ദേശീയ തലത്തിൽ കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടി കൂടിയാണ് നിതീഷ് കുമാറിന്റെ NDA പ്രവേശനം. ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളെ ഒപ്പം നിർത്താൻ കഴിയാത്ത കോൺഗ്രസിന്റെ പരാജയം കൂടിയാണിത്. ബീഹാറിലെ സ്വന്തം MLA-മാരെ പോലും അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിതീഷ് കുമാറിന്റെ ചുവടുമാറ്റം. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ ഒരുമിച്ച് നിർത്താനും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം നിലനിൽക്കെയാണ് ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ. സംസ്ഥാനത്ത് സ്വന്തം MLA-മാരെ പോലും കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ബീഹാറിൽ പാർട്ടിക്ക് ആകെയുള്ള 19 MLA-മാരിൽ ഭൂരിഭാഗം MLA-മാരെയും കാണാതായി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം പൂർണിയയിൽ ചേർന്ന യോഗത്തിൽ 19 MLA-മാരിൽ 10 പേർ മാത്രം പങ്കെടുത്തതും സംശയങ്ങൾക്ക് വഴിയൊരുക്കി. ഓപ്പറേഷൻ താമരയിലൂടെ കോൺഗ്രസ് MLA-മാരെ BJP സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് വിവരം. ഇതോടെ ബീഹാറിലും കോൺഗ്രസിന്റെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കും വലിയ തിരിച്ചടിയാണ് നിതീഷിന്റെ മലക്കം മറിച്ചിൽ. നാളെ യാത്ര ബീഹാറിൽ പ്രവേശിക്കാനിരിക്കെയാണ് സഖ്യത്തിലെ പ്രബല കക്ഷിയായ JDU സഖ്യം വിട്ട് NDA-യിൽ ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് BJP സർക്കാരിനെ താഴെയിറക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമങ്ങൾക്കും തിരിച്ചടിയാവുകയാണ് നിതീഷിന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തേണ്ട കോൺഗ്രസിന്റെ പരാജയം കൂടിയാണ് ബീഹാറിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. കൈരളി ന്യൂസ്, ദില്ലി.